എറണാകുളത്ത് നോർത്ത് പാലത്തിൻ്റെ അടിയിൽ 12:30 1 മണിയായിട്ടുണ്ടാവും. ആ ടൈമിലാണ് വെയിലൊക്കെ ആയതുകൊണ്ട് ക്ഷീണിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് ഇരിക്കണമായിരുന്നു. അപ്പോഴാണ് 2 പേര് വന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു ചൂരിലൊക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസായിരിക്കും, യൂണിഫോം ഒന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നീ എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഇതേപോലെ വെയിലായപ്പോൾ വന്നിരുന്നതാണ്, വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞു. നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കാക്കനാടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും യൂണിഫോം ഇട്ടൊരു ആൾ വന്നു, CI പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, പിന്നെയാണ് പറഞ്ഞത് അയാളുടെ പേരൊക്കെ. വന്ന് ചോദിച്ച് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിനീഷ എന്ന് പറഞ്ഞു. വീണ്ടും ഈ ചോദ്യം തന്നെ, നീ എന്തിനാ ഇവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞു ഇതേപോലെ വെയിലായിട്ട് വന്നിരുന്നതാണ്, എല്ലാവരും ഇരിക്കണുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. പറഞ്ഞു നിൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹെഡ്സെറ്റാന്ന് പറഞ്ഞു. എടുക്കാൻ പറഞ്ഞു. ആ ഹെഡ്സെറ്റ് എടുക്കണ സമയത്ത് അയാൾ ലാത്തിക്ക് ഒരു അടിച്ചു വഴിക്ക് ലാത്തി ഒടിഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല വേദന എടുത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. നീ എന്താ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ വലിയ ആളല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, വെറുതെ തന്നെ തല്ലി എന്തിനാന്നല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്ക് മുഖത്ത് ഒരു അടിച്ച് ഇങ്ങനെ കൈ ചുരുട്ടി വെച്ചൊരു അടിച്ച് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു സാർ എനിക്ക് വേദന എടുക്കുന്നുണ്ട്, വെറുതെ തന്നെ തല്ലണം എന്തിനാന്ന് ചോദിച്ചപ്പോൾ വീണ്ടും തന്നെ തല്ലി. നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്ന് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഛർദ്ദിച്ച് പിന്നെയും തല കറങ്ങി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ല, ഇവിടെയൊക്കെ മരവിച്ച് അടി കിട്ടിയിട്ട് ഈ സൈഡൊക്കെ ശരിക്കും മരവിച്ച്. ഇനി ഒരു 5 മണിയാ 6 മണി എന്താ പറയായി, ഇനി നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സാറ് ചോദിച്ചു ഇവൻ്റെ പേരിൽ വല്ല കേസ് ഉണ്ടാന്ന് ചോദിച്ചു. ഇല്ല, കരുതൽ തടങ്കലിന് വേണ്ടി ഇരുത്തിയേക്കണേന്ന് പറഞ്ഞു.